അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ രാവിലെ തന്നെ അർഷാക്ക് പട്ട വെട്ടാനുള്ളൊരു പെടാപ്പാടിലാണ് കേട്ടോ. അപ്പൊ ഈ തെങ്ങിൽ നിന്നുമാണ് നമ്മൾ പട്ട ശേഖരിക്കുന്നത്. അപ്പൊ എന്തിനാണെന്ന് വെച്ചാല് എന്തിനാന്ന് പറയട്ടെ. അപ്പൊ നൗഷക്കാക്കാന്റെ വീട്ടിലെ തെങ്ങാണ്. അത് നട്ട് നമ്മൾ പട്ടയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തെങ്ങിനൊരു കഥയുണ്ട്. നമ്മുടെ വിഷുവിന്റെ ടൈമിൽ കുട്ടികളും ഇപ്പയും കൂടെ പടക്കം പൊട്ടിച്ചിട്ട് പടക്കം നേരെ കയറിയിരുന്നത് തെങ്ങിന്റെ മണ്ടക്കാണ് കേട്ടോ. അവസാനം നമ്മുടെ തെങ്ങൊക്കെ അടിപൊളിയായിട്ട് നിന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മോട്ടറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തെങ്ങിലെ തീയൊക്കെ അണച്ചത്. അപ്പൊ ഇപ്പം തെങ്ങ് ഭയങ്കര ഷോക്കായിട്ടുണ്ട്. പട്ടയൊക്കെ വീഴാണ്, തേങ്ങയൊക്കെ ഒക്കെ തന്നെ വീഴാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സങ്കടമുണ്ട് തെങ്ങ് പോയാലും. പിന്നെ ഇപ്പ ഉണ്ടായിരുന്നു കുട്ടികളെ കൂടെ കണ്ടോ എത്തി നോക്കുന്നത്. അപ്പൊ ഇപ്പ കുട്ടികളുടെ കൂടെ പടക്കം പൊട്ടിക്കാനുണ്ടായത് കൊണ്ട് വലിയ സീനില്ലാതെ പ്രശ്നം സോൾവായി. മക്കള് മാത്രമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഷടപടന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡാഡി അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ സീനില്ലാതെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒതുങ്ങി തീർന്നു. ഇപ്പൊ എന്തായാലും തെങ്ങിന്റെ കാര്യം വളരെ ശോകമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ തെങ്ങ് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാക്കാന്ന് കരുതിട്ടോ. അപ്പൊ നമ്മൾ തെങ്ങിന്റെ പട്ടയൊക്കെ വെട്ടിയിട്ട് നമ്മുടെ ടെറസിന്റെ മേലെ കൊണ്ടുപോയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പട്ട ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അർഷക്ക് ഒരു 9:45 ആകുമ്പോൾ പോകും കേട്ടോ വർക്കിന്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പരിപാടികളൊക്കെ കഴിക്കാം. നമ്മൾ ഇത് ഉറക്കത്തിൽ നിന്ന് നീറ്റ് വന്നിക്കാം കേട്ടോ. ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് എന്താ ഇപ്പൊ ഈ വീടിന്റെ മേലെ നടക്കണമെന്ന് അറിയാൻ പറ്റാതെ ആള് തന്നെ സ്റ്റെപ്പൊക്കെ കയറി വന്നതാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ സൈഡിൽ 2 തെങ്ങുണ്ട്. ആ തെങ്ങിന്റെയും ഓല ഇതേപോലെ തന്നെ തൂങ്ങിക്കൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ ഓല എല്ലാ ഓലയും കൂടെ പെറുക്കിയിട്ട് നമ്മുടെ ടെറസിന്റെ മേലെ ഇട്ടിട്ട് മോട്ടർ അടിച്ച് വെള്ളം നനച്ച് തണുപ്പിക്കാനുള്ള പരിപാടിയാണ്. AC വാങ്ങാൻ പൈസ ഉള്ളവർക്ക് AC വാങ്ങാം, അല്ലാത്തവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തൈയുടെ പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ എന്താ പറയുക, ഇപ്പൊ കറണ്ട് പോക്കും ഉണ്ട്. കുറച്ചു നേരം സമയം ഇങ്ങനെ കറണ്ട് പോകുമല്ലോ. അപ്പം കറണ്ട് പോണ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് അറ്റല്ലാതെ ആകുമ്പോൾ കറണ്ട് വരും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു 2-3 പേരും കൂടെ മേലെ എന്തൊക്കെയാ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്റെ പണികൾ ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോ എന്റെ പണികൾ ചെയ്യാതെ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്റെ പണികൾ എവിടെ എത്തൂല. അപ്പൊ നമ്മൾ നമ്മുടെ ജോലികളുമായിട്ട് മുന്നോട്ട് പോവുക, ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എന്തായാലും പട്ട വലിക്കാൻ ഇടാനൊന്നും ഇപ്പൊ ഇന്നെ കൂട്ടൂല, എനിക്ക് വെയ്ക്കൂല. അപ്പൊ നമ്മളെ പരിപാടികൾ വെയ്ക്കുന്ന പണികളൊക്കെ ചെയ്യാന്ന് കരുതി. അപ്പം എന്താ പറയുക, രാവിലത്തെ കുറച്ച് തട്ടിക്കൊട്ടൽ കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ഇഡ്ഡലി വിത്ത് ചട്നിയാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഷ മീൻസ് എന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. അപ്പൊ എല്ലാ സംഭവങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞതും ശീലിച്ചതും കേട്ടതും ആയിട്ടുള്ള ചില പേരുകൾ ഉണ്ടാവും ചില സാധനങ്ങൾക്ക്. അപ്പൊ അതാണ് കേട്ടോ നമ്മൾ പറയാം. അപ്പൊ നമ്മള് എന്താണ് ഇഡ്ഡലിയും ചട്നിയാണ് അപ്പം മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണ്ട. അപ്പൊ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് എല്ലാം ക്ലീൻ ആയിട്ടിരിക്കും. അപ്പൊ സമാധാനമായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുക. അങ്ങനെ ഞാന് നമ്മുടെ അടിയത്തെ പണികളൊക്കെ നമ്മുടെ അടുക്കളയിലെയും താഴത്തെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മേലക്കൊന്ന് കയറി പോയി നോക്കിയതാണ് കേട്ടോ. അപ്പൊ താഴെയുള്ള പട്ടയൊക്കെ 2 പേരും കൂടെ മേലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ തെങ്ങുമെന്നും 2 പട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ മോട്ടർ അടിച്ചിട്ട് ഇത് നനക്കാന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്താ പിന്നെ അത് നമ്മുടെ ചൂടിനൊരു ചെറിയൊരു പരിഹാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ളതിനെക്കാട്ടിലും ചൂടാണ് കേട്ടോ താഴെ നമ്മുടെ വല്യാക്കാന്റെയും നൗഷക്കാക്കാന്റെയും ഒക്കെ വീട്ടില്. അപ്പൊ അവരിവിടെ വരുമ്പോ പറയും ഇവിടെ കുറച്ചൊക്കെ തണുപ്പുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഒരു തണുപ്പായിട്ട് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് അവിടെ പോകുമ്പോ ഇതിലും ചൂടായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പൊ നമുക്ക് പല പല തോന്നലുകളും പല പല കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ അപ്പത്തെ രാവിലെ തന്നെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പൊ ഇസുവിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇസു പല്ലൊന്നും തേക്കാതെ കുപ്പായൊക്കെ എടുത്തിട്ട് ഉപ്പാന്റെ പിന്നാലെ മുട്ടായി വാങ്ങാൻ ഓടുകയാണ് കേട്ടോ. ഇസു നേരം വെളുത്ത പല്ലും തേക്കാതെ എല്ലാ സ്ഥലത്തു കൂടെ ഒരു വിസിറ്റിങ്ങിന് ഇറങ്ങും കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും പോയിട്ട് എന്താ പറയാ എന്തൊക്കെയാണ് എവിടൊക്കെയാണ് എന്തൊക്കെയാന്നൊക്കെ അറിഞ്ഞിട്ടാവും പിന്നെ ചായ കുടിക്കാൻ വരുള്ളൂ. ഒരു റൗണ്ട് അടിച്ചിട്ട് വരുവേ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരിക്കാം കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് എപ്പോഴത്തെയും പോലെ എപ്പോഴും പറയുന്ന പോലെ ചായ കുടിക്കാൻ ഇരിക്കാറ്. പിന്നെ ഞാൻ കുറെ പ്രാവശ്യം ചായ കുടിക്കാൻ ഇരിക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്കിനും എന്തോ ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനെ ഫീൽ ആവും കേട്ടോ. നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇടവിട്ട് ഫുഡ് കഴിക്കണം ഞാൻ പറയുന്നിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ അനുഭവത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടക്കിടക്കാണ് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാറ്. അപ്പൊ ഇത് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ. നമ്മുടെ കൂന്തൽ റോസ്റ്റും രസവും പിന്നെ നാരങ്ങച്ചാറും ചെമ്മീന്റെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചക്ക് കഴിച്ചു. ഉച്ചക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യണ തിരക്കില് ഞാൻ രാവിലെ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടു. പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പൊ നമ്മൾ ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അർഷാക്കു ഫാന് എന്താ പറയാ കാറ്റ് നമുക്ക് ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. കാരണം നമ്മൾ മേലെ നനച്ചിട്ടിട്ടുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു സുഖത്തിലുള്ളൊരു കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പൊ മക്കളും വാപ്പയും കൂടെ നല്ല കളിയിലാണ്. ഇത് നമ്മൾ ഡെയിലി 1:30 മുതൽ 3 മണി വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഈ കളിക്കാന്നുള്ളത്. അർഷാക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നാൽ ഒരു 1:30 ആകുമ്പോഴത്തേന് ഫുഡ് കഴിക്കൽ കഴിയും. പിന്നെ 1:30 മുതൽ 3 മണി വരെ ആളിവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുവരെ ഇതാണ് പരിപാടി, തല്ലലും കുത്തലും മേടലൊക്കെ. ചില ദിവസം നേരം വഴുകും, ചില ദിവസം നേരത്തെ വരും. അതൊക്കെ നമ്മുടെ വർക്കിന്റെ ഒരു ഭാഗമായിട്ടിരിക്കും കേട്ടോ. നല്ല പണിയുള്ള ദിവസം ആളെ കിട്ടൂല, പണിയില്ലാത്ത ദിവസം ആളുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ഒരു ലൈഫ്.
നമ്മുടെ വോയിസിന്റെ ഇടയിൽ കൂടെ കുറെ നോയ്സ് ഒക്കെ കേൾക്കാട്ടോ, അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ വീട് പണി നടക്കേണ്ട സ്ഥിതിക്കാക്കാണ്ട്, പിന്നെ നമ്മുടെ മക്കള് 4 പേരും കളിക്കുന്നുണ്ട്, ഓരൊക്കെ സൗണ്ട് കേൾക്കാട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി അത് കേൾക്കാത്ത പോലെ ഇരിക്കാട്ടോ. അപ്പൊ നമ്മുടെ പിന്നത്തെ പുതിയ വിശേഷം എന്താ വെച്ചാൽ നമ്മളെ സിദ്ധികാക്ക നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ആള് പറയാതെ അറിയാതെ വന്നാണ്. ഇതിന് മുന്നേ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആളെ നമ്മളെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. കാക്ക ഉള്ള സമയത്ത് ഞാൻ വ്ളോഗ് എടുക്കാറില്ല, ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്ത് കാക്ക ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ കാക്ക കൊടുന്ന പിസ്ത കുത്തിക്കേണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാരും കൂടെ. അപ്പം സയാന് പിസ്ത കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കല്ലോ കേട്ടോ. പിസ്തയുടെ തോട് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. ഓനക്ക് പൂ വരക്കാനോ ഒട്ടിക്കാനോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. അപ്പൊ ഓൻ അതിന് വേണ്ടിട്ട് ഇരിക്കുകയാണ്. ഇസുവിന് പണ്ട് പിസ്ത എങ്ങനെ കഴിക്കാന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഓന പുറത്തുള്ള ഉപ്പ് മാത്രം ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അതിന്റെ ഉള്ളത്തെ സാധനമാണ് തിന്നണ്ടെന്ന് മനസ്സിലായത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആള് തിന്നു കേട്ടോ. സയാന് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ല, നല്ലതൊന്നും എനിക്ക് പറ്റൂല. നമുക്ക് ചീത്തതൊക്കെ ആണെങ്കിൽ നല്ല പോലെ തിന്നാൻ വയ്ക്കൂട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഫ്രീ ടൈം ആണ് കുറച്ചു നേരം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാരും കുറച്ചു നേരം കിടന്നുറങ്ങി. അർഷാക്ക് പണിക്ക് പോയി. ഭയങ്കര ഈച്ചയാണ് കേട്ടോ. 2 പഴം മുറിച്ചപ്പത്തിന് ഭയങ്കര ഈച്ചയായി. കുട്ടികൾ ഉറങ്ങി നീക്കുമ്പോഴത്തേനും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓരിന്നെ തിന്നും. അപ്പൊ ഞാൻ 2 പഴം നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നു. നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഓരത് തിന്നൂല, അല്ലാത്ത സമയത്തൊക്കെ എടുത്തു വന്ന് ഇങ്ങനെ കഴിക്കോട്ടെ. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാന്ന് കരുതി കുറച്ച് പഴം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടെ നന്നായിട്ട് ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അരച്ചത് എത്തിവെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിന്റെ വക്കത്തിൽ ഈച്ച വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ആട്ടി വിട്ടു. എത്ര ആട്ടിയിട്ടും കാര്യമില്ല കേട്ടോ, നാണം മനല്ലാത്ത ഈച്ചയാണ്, പോവുകയില്ല. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് 1/2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നന്നായിട്ട് ലൂസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ വീണ്ടും ഗോതമ്പ് പൊടി ഇട്ടോ. അപ്പൊ എന്താ പറയാ, വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം ഇടാം, വേണമെങ്കിൽ മൈദ മാത്രം ഇടാം. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടത് എന്താ വെച്ചാൽ ഒരു 1/2 കപ്പ് മൈദ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ആഡ് ചെയ്താണ്. വെറും ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചധികം എണ്ണ കുടിക്കൂട്ടോ. അപ്പൊ അത് കേടല്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെറും മൈദയിലൊക്കെ ചെയ്തെടുക്കാം. ഇപ്പൊ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഹെൽത്തിയാണ്. അപ്പൊ എന്തായാലും നമ്മളെ സംഭവം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ തിക്കാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തിക്കാക്കാം. പക്ഷെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഉള്ളു വെന്ത് കിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ബോൾസ് ആക്കി ഇടാനുള്ളതാണ്. അപ്പൊ ഉള്ളു വേവൂല. അപ്പം വല്ലാണ്ട് അങ്ങോട്ട് തിക്കാക്കരുത്, എന്നാൽ നല്ല ലൂസ് ആവാനും പാടില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇളക്കി ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ചട്ടിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പൊ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് കുക്കാവേ. അങ്ങനെ നമ്മൾ ഇതേപോലെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എന്താ പറയാ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, വെന്തിട്ടും ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സമാധാനത്തില് ക്ഷമയോടെ നമുക്ക് ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാണാൻ നമുക്ക് ഒരു പൊക്കവടറൊക്കെ ലുക്കാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ, മധുരമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണല്ലേ, സിമ്പിളാണ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഞാൻ ഇപ്പൊ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. അങ്ങനെ തട്ടിക്കൂട്ടാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാനത് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് വലിയക്കാന്റെ വീട് വരെ ഒന്ന് പോയി. അവിടെ മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ഒക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ്. യൂസുഫ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ എന്താ നോക്കണെന്ന് വെച്ചാല് പാടത്തോ എന്റെ കാക്ക കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതും പാടം നമ്മൾ വെയിലറിയാലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികളവിടെ കളിക്കണ കുറച്ച് നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് മദ്രസയിലെ ബുക്കൊക്കെ പൊതിയാന്നുള്ളതായിരുന്നു കേട്ടോ. മദ്രസൊക്കെ തുറന്നിട്ട് കുറെ ദിവസമായി. അപ്പൊ ആ ക്ലാസ് ഉള്ള സമയത്ത് എനിക്ക് പൊതിയാന് പറ്റിയില്ല കേട്ടോ. അപ്പം ഇപ്പൊ മദ്രസ പിന്നെയും പൂട്ടിയല്ലോ, വെയിലൊക്കെ ആയതുകൊണ്ട്. അപ്പൊ പിന്നെ നമ്മള് ടൈം എടുത്തിട്ട് തന്നെ സാവധാനത്തിൽ പൊതിയാന്ന് കരുതിട്ടോ. അപ്പൊ മദ്രസയിലെ ബുക്കും മദ്രസയിലെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ ഉണ്ട്, എല്ലാം കൂടെ പൊതിഞ്ഞെടുക്കുകയാണ്. ഈ 2 മക്കളെയും വെച്ചിട്ട് പൊതിയാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പം എന്തായാലും രണ്ടുപേരും ഇടം വലുണ്ട്, മുൻകറും നെക്കീറും ഇരിക്കണ പോലെ. അപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ വെച്ച് മാനേജ് ചെയ്തിട്ടാണ് പൊതിഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ബുക്കൊക്കെ പൊതിയാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ മക്കള് സയാൻക്കാണെങ്കിലും ഒക്കെ ചെയ്യണമെന്നോ എനിക്ക് ഒന്നോട്ട് അറിയില്ലേനും. ഇത് പിന്നെ ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിക്രസ് കാണിക്കും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു എന്താ പറയാ കാര്യങ്ങള്. പിന്നെന്താ പത്രമുള്ളൂ. അപ്പൊ നമ്മുടെ പൊതിയലും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ലൈക്ക് ചെയ്യാൻ കേട്ടോ, ഒരു കമന്റും ഇടാം. അപ്പൊ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.